അവൻ ജയിക്കും. കേരളം അവൻ കൊണ്ടുപോകും. കാര്യം ഒന്നാമത് നമ്മൾ മൊത്തം കള്ളന്മാരാണ്, മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരുമാണ്, മഫിയകളാണ്. അപ്പൊ നമ്മളുടെ ഒരു പ്രതിനിധിയായിട്ട് പറ്റിയാൽ നമുക്ക് ചുണ്ണികൃഷ്ണൻ പോറ്റിയെ നിർത്തി മുഖ്യമന്ത്രിയാക്കണം. അതോടുകൂടി അയ്യപ്പന്റെ മൊത്തം പോണം. അയ്യപ്പന്റെ ചാരിതാർത്ഥ്യം ഇല്ലാതായി അവസാനം അയ്യപ്പൻ തന്നെ ഉടലോടെ അങ്ങ് ലോകത്തിൽ പോണം, പരലോകത്തിൽ. അതാണ് നല്ലത്. കൊള്ളാവുന്ന സ്ഥാനാർത്ഥിയാണ് ചുണ്ണികൃഷ്ണൻ പോറ്റി. നമുക്ക് ജാമ്യത്തിലെടുക്കണം. ജാമ്യത്തിലെടുത്ത് സ്ഥാനാർത്ഥി പഞ്ചായത്തിലൊന്നും വേണ്ട, നമുക്ക് അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കാം. ആ മുരാരി ബാബുവിനും കൊള്ളാം, അവനും ഒരു സീറ്റ് കൊടുക്കാൻ യോഗ്യനാണ്. അവനെ നമുക്ക് ചങ്ങനാശ്ശേരിയിൽ NSSന്റെ പോപ്പിന്റെ ആസ്ഥാനത്ത് അവിടെ നിർത്താം. അതാകുമ്പം പോപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി ആയതുകൊണ്ട് അവിടെ നിന്ന് വോട്ട് കിട്ടി മുരാരിയും ജയിക്കും. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ചുണ്ണികൃഷ്ണൻ പോറ്റി നമ്മളുടെ മുഖ്യമന്ത്രിയാകുകയും ഈ മുരാരി ബാബു ചുണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആഭ്യന്തരമന്ത്രിയാകുകയും ചെയ്താൽ നമ്മളുടെയൊക്കെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഇല്ലേ? എനിക്ക് വയ്യ, ചിന്തിച്ചിട്ട് ഒരന്തം പോകുന്നില്ലല്ലോ.